കണ്ണൂർ പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ ഒളിവിൽ കഴിയുന്ന പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രധാന സൂത്രധാരൻ ഉൾപ്പെടെ 2 പേരാണ് ഒളിവിലുള്ളത്. അറസ്റ്റിലായവരിൽ നിന്ന് ഒളിവിൽ കഴിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന സൂചനകൾ ലഭിച്ചതായാണ് വിവരം. വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കി നിലനിർത്താനാണ് UDFന്റെ തീരുമാനം. ബോംബ് നിർമ്മാണത്തിന്റെ പ്രധാന ആസൂത്രകൻ ഉൾപ്പെടെ 2 പേരാണ് ഒളിവിലുള്ളത്. 10 പേരടങ്ങുന്നതായിരുന്നു സംഘം. അതിലൊരാൾ കൊല്ലപ്പെട്ടു. 3 പേർ ചികിത്സയിലാണ്. 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പിടിയിലാകാൻ 2 പേർ കൂടി. ഇവരെ പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. ഷിജാലും അക്ഷിയുമാണ് ഒളിവിലുള്ളത്. പിടിയിലായവരിൽ നിന്നും ഒളിവിലുള്ളവരെക്കുറിച്ച് ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അധികം വൈകാതെ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. അതേസമയം തെരഞ്ഞെടുപ്പിൽ ബോംബ് സ്ഫോടനം സജീവ ചർച്ചയാക്കി നിലനിർത്താനാണ് UDF ഉദ്ദേശിക്കുന്നത്. വടകരയിലെ എല്ലാ പൊതുയോഗങ്ങളിലും അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KK ശൈലജയ്ക്ക് അനുകൂലമാകാനിടയുള്ള വനിതാ വോട്ടർമാരുടെ വോട്ടുകൾ അക്രമ രാഷ്ട്രീയം ചർച്ചയാക്കുന്നതിലൂടെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. TP കേസിനൊപ്പം പാനൂരിലെ ബോംബ് സ്ഫോടനവും വടകരയിൽ UDF ചർച്ചയാക്കുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് ഇടതുപക്ഷമാണ്. പ്രതികളുടെ പ്രത്യക്ഷ രാഷ്ട്രീയ ബന്ധം തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഇടതുപക്ഷത്തിനുമുണ്ട്. റിപ്പോർട്ടർ, കണ്ണൂർ.